ചെന്നിത്തലയുടെ വീട്ടിൽ, അത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം നേരിട്ടെത്തുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല വേണമെന്നുള്ള ആവശ്യം എല്ലാ നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അയാൻ ഒരു തരി പോലും തയ്യാറായിട്ടില്ല രമേശ് ചെന്നിത്തല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി എന്ത് ഫോർമുലയുമായാണ് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നത് എന്നുള്ളതും അറിയാനുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളത് വി.ഡി. സതീശനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതേസമയം തന്നെ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയത് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ പുറത്തേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാം രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ് പറയൂ. പ്രവേദ വളരെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു, രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ, മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നമുക്കിപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. അദ്ദേഹം ഒരു ചെറിയ ചിരിയോടുകൂടി മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾ അതിൽ പ്രതികരിക്കാതെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടെ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ കന്റോൺമെന്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ KPCC-യിലേക്കോ ആയിരിക്കും പോവുക. എവിടേക്കാണ് പോകുന്നത് കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമായി ഈ മണിക്കൂറിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. രമേശ് ചെന്നിത്തല ഇല്ലാത്തൊരു ക്യാബിനറ്റ് അത് സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതാകില്ല. കൃത്യമായ മൂന്ന് ഡിമാൻഡുകൾ അത് ചെന്നിത്തല മുന്നോട്ട് വെച്ചെന്നുള്ള സൂചനകൾ ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഏത് രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യും, ഏതെങ്കിലും തരത്തിലൊരു സമവായ സാധ്യത അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉറപ്പിൻ പുറത്ത് രമേശ് ചെന്നിത്തല ഒരു ഉറപ്പിൻ പുറത്താണോ ഈ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടിയില്ലാതെ കൃത്യമായ വിവരങ്ങൾ അത് വരും മിനിറ്റുകളിൽ പുറത്തേക്ക് വരണം. ഏതായാലും ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ചെന്നിത്തലയുടെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് അത്ര തൃപ്തി കാണുന്നില്ല. ഇപ്പോൾ ഒരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം പോകുന്നത് KC വേണുഗോപാലിന്റെ മണ്ണന്തലയിലെ വീട്ടിലേക്കാണ് നിരത്തിലേക്കുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഈ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങുന്ന ആദ്യഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ രീതിയിൽ ആളുകളെ, പ്രവർത്തകരെ, നേതാക്കളെ ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു സന്തോഷം പൂർണ്ണാർത്ഥത്തിൽ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെങ്കിലും ഒരുപക്ഷെ ഒരു ഹോം പോർട്ട്ഫോളിയോ, അതേപോലെ ചെന്നിത്തല ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം അൻവർ സാദത്ത്, അതേപോലെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ക്യാബിനറ്റിലേക്ക് വരണം. അതിന്റെ കാരണമായി അതിന് രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. കാരണം ചെന്നിത്തല ഗ്രൂപ്പ് സ്വാഭാവികമായും ഉൾക്കൊള്ളുന്നുണ്ട്, അത് അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പുറത്തേക്ക് കൂടി ഒരു സന്ദേശം കൊടുക്കുക, അത് ചെന്നിത്തല ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 4 ടൈം MLA ആയിട്ടുള്ള അൻവർ സാദത്തിനടക്കം ക്യാബിനറ്റിലേക്ക് പരിഗണിക്കട്ടെ, അതിനുശേഷം താൻ ക്യാബിനറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം AICC നേതൃത്വത്തോടും KPCC നേതൃത്വത്തോടും വ്യക്തമാക്കി. ഏതായാലും ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വി.ഡി. സതീശന്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹം ചിരിക്കുന്നുണ്ട്, പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ മാത്രം വി.ഡി. സതീശൻ 5 പ്രാവശ്യം മാധ്യമങ്ങളെ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം അവസാന പ്രാവശ്യം കാണുമ്പോഴും 5 പ്രാവശ്യം കണ്ടില്ല, ഇനിയൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ഒരു രാഷ്ട്രീയ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്തിയെങ്കിൽ അദ്ദേഹം ഒരു വരിയെങ്കിലും പറഞ്ഞിട്ടേ പോകുമുള്ളൂ. അത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പതിവ് രീതി അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഒന്നും സംസാരിക്കാതെ, കാര്യമായി ചിരിക്കാതെ അദ്ദേഹം പോകുമ്പോൾ അതിലൊരു അനുനയ നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മറ്റൊന്ന്, ഇനി KC വേണുഗോപാലുമായി ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഫോർമുലയെക്കുറിച്ചുള്ള ചർച്ച അതാണോ അടുത്തത് നടക്കാനുള്ളത്? ഷഫീദ്, ഇനി ഇക്കാര്യത്തിൽ സ്വാഭാവികമായും നേരത്തെ അനുജൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഒരു 2 വിഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളൊക്കെ അതീതമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ വി.ഡി. സതീശനും അതേപോലെ തന്നെ ഓപ്പോസിറ്റ്, അതല്ലെങ്കിൽ എതിർഭാഗത്ത് RC, അതേപോലെ തന്നെ KC അനുകൂല വിഭാഗങ്ങൾ തമ്മിൽ അതൊരു ഫോർമേഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞതാണ്. പക്ഷേ ആ രീതിയിൽ ചില ട്രെൻഡ് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നമ്മൾ ഇന്ന് KC വേണുഗോപാലിന്റെ മണ്ണന്തലയിലെ വീട്ടിൽ കണ്ടതാണ്. പല നേതാക്കളും അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഒരു സീനിയർ പ്രൊഫൈലുള്ള, സീനിയർ
പോർട്ട്ഫോളിയോ ഉള്ള രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ, ഒരു മുഖത്തെ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉയരും. മാത്രവുമല്ല, നേരത്തെ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല നടത്തിയൊരു ഫെയർ പ്ലേ ആണ് എന്ന രീതിയിലേക്കുള്ള ചില വിവക്ഷകൾ, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. അതടക്കം ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തെ മറ്റു നേതാക്കളുടെയും KPCC നേതൃത്വത്തിന്റെയും ഒക്കെ മനസ്സിൽ എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ VD സതീശന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമായി മാറുക. അകത്തേക്ക് കയറിപ്പോയി ചെന്നിത്തലയുമായി ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ വലിയ ചിരികൾ നമ്മൾ ആ 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അവസാന ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കാര്യമായ ചിരിയും ഇരുവരും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു പ്രതികരണം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് ഇക്കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നേരത്തെ KPCC നേതൃത്വം ചെന്നിത്തലയ്ക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ അതിർത്തിയിൽ നിന്ന് പിന്നോട്ടില്ല, അല്ലെങ്കിൽ അനുനയത്തിലില്ല, നിലപാട് കടുപ്പിച്ച് ചെന്നിത്തല നിൽക്കുമ്പോൾ ആ രീതിയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ മന്ത്രിമാരുടെ പട്ടിക ഹൈക്കമാൻഡിന് അയക്കണം. അതിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ VD സതീശൻ പോയിരിക്കുന്നത് KC വേണുഗോപാലിന്റെ വീട്ടിലേക്കാണെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കത് പക്ഷെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി മാറുകയും ചെയ്യും. അനുജ, അതാണ് KC വേണുഗോപാലുമായി VD സതീശൻ അല്പസമയത്തിനകം തന്നെ ചർച്ച നടത്തും. മണ്ണന്തലയിലെ KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് VD സതീശൻ പുറപ്പെട്ടിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. ആ കൂടിക്കാഴ്ചയിൽ എന്താണ് ഇവർ സംസാരിച്ചത്? ഈ കാര്യം തന്നെയായിരിക്കും ഉറപ്പായും സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ വഴങ്ങാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിൽ സംശയമുണ്ട്. കാരണം VD സതീശൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അദ്ദേഹം സാധാരണ രീതിയിൽ നന്നായി ചിരിക്കുന്നതാണ്. ആ തരത്തിലേക്കൊരു ചിരി പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചില സൂചനകൾ നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും ഇനി തുടർ നീക്കങ്ങൾ എന്നതൊക്കെയാകും KC വേണുഗോപാലുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക. KC വേണുഗോപാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിൽ ഇടപെട്ട് ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യത തേടാൻ ആണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ. ആ തരത്തിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നതിലും VD സതീശൻ ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് പോയിരിക്കുന്നു. ഇനി അടുത്ത നിർണായകമായ ചർച്ച KC വേണുഗോപാലുമായി VD സതീശൻ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.